തൃക്കരിപ്പൂർ തലിച്ചാലത്തെ ചായഹട്ടിലാണ് സാമ്പത്തിക സഹായ സമാഹരണത്തിന് വേദിയൊരുങ്ങിയത്. ചായ കുടിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഒരു നാടൊന്നാകെ ചാലഞ്ചിൽ പങ്കെടുക്കാനായി ഒഴുകിയെത്തി. വിഷ്ണുദേവിന്റെ ചികിത്സയ്ക്ക് തുക കണ്ടെത്താനായി രൂപീകരിച്ച സാമ്പത്തിക സഹായ കമ്മിറ്റിയാണ് ചാലഞ്ച് സംഘടിപ്പിച്ചത്. വ്യത്യസ്തവും വൈവിധ്യവുമായ പലഹാരങ്ങൾ നിരത്തിയാണ് സംഘാടകർ ചാലഞ്ചിൽ പങ്കെടുക്കാനെത്തിയവരെ വരവേറ്റത്. കൊതിയൂറും പലഹാരങ്ങൾ ചൂടോടെ ചുട്ടുവിളമ്പിയപ്പോൾ വന്നവർ അത് നിറമനസ്സോടെ കഴിച്ചു. ഈ കടയിലെ ഒരു ദിവസത്തെ ലാഭം മുഴുവൻ ചികിത്സാ സഹായത്തിന് നൽകാനാണ് നിലവിൽ തീരുമാനം. റഫീദും അഫ്സലും ആ രണ്ട് സുമനസ്സുകൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇങ്ങനൊരു സംരംഭവുമായി ഇതിൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റി വന്നപ്പോൾ ഒരു മടിയും കൂടാതെ ഇന്നത്തെ ചായയുടെ മുഴുവൻ തുകയും ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകാമെന്ന വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ടീ ചാലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരങ്ങളായ പി കുഞ്ഞികൃഷ്ണൻ, അഖില ഭാർഗവൻ എന്നിവർ മുഖ്യാതിഥികളായി. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ അടക്കമുള്ള പൗരപ്രമുഖർ പരിപാടിയുടെ ഭാഗമായി. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ TV ഹരീഷ്, കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ, ചികിത്സാ കമ്മിറ്റി കൺവീനർ K കനേഷ് എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാരംഗ്, വിഷ്ണുദേവ് ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഒരു നാടൊന്നാകെ ഒന്നിച്ചത്. അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ നാട്ടുകാരുൾപ്പെടെ ഒന്നിച്ചൊരു ചലഞ്ചിൽ പങ്കെടുക്കുന്നു. ഒരു ദിവസത്തെ വേതനം ഒന്നാകെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്നു എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാടൊന്നാകെ ആഗ്രഹിക്കുന്നതും വിഷ്ണുദേവ് ജീവിതത്തിലേക്ക് തിരികെ വരണം എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയുണ്ട് വിഷ്ണുവിന് ഇപ്പോൾ ഈ ചലഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയും? തീർത്തും സാധാരണക്കാരനായിട്ടുള്ള ഒരു യുവാവ് ഇനി വരുന്ന നാളുകളിൽ നാടിനും വീടിനും ഒക്കെ തന്നെ ആവേണ്ട ഒരു ചെറുപ്പക്കാരനാണ് വിഷ്ണുദേവ്. വിഷ്ണുദേവിന് വല്ലാത്ത ഒരു അപകടം സംഭവിക്കുന്നു. യൗവനത്തിൽ തന്നെ കിടപ്പിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി മറയുന്നു. കുടുംബം വലിയ പ്രതിസന്ധിയിലാകുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് തൃക്കരിപ്പൂർ എന്നൊരു നാട് പരിപൂർണമായി വിഷ്ണുദേവിൻ്റെ കുടുംബത്തോടൊപ്പം, വിഷ്ണുദേവിനോടൊപ്പം നിൽക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് സമാഹരിക്കുക എന്നുള്ളൊരു ചർച്ച വന്നു. സാധാരണ രീതിയിലൊക്കെ തന്നെ നമ്മൾ ചികിത്സാ സഹായ നിധികൾ കാണുന്നതാണ്. പല രീതിയിലുള്ള കളക്ഷൻ എടുത്തും അതുപോലെ തന്നെ കാരുണ്യ യാത്രകൾ സംഘടിപ്പിച്ചൊക്കെ തന്നെയാണ് ഈ ഒരു ഫണ്ട് അങ്ങനെ ശേഖരിച്ച് പിന്നീട് അത് ആ കുടുംബത്തിന് കൈമാറാറുള്ളത്. തൃക്കരിപ്പൂർ പക്ഷേ അത് മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു ടീ സ്റ്റാൾ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഫേ തന്നെ മുന്നോട്ടേക്ക് വരികയാണ്. തങ്ങൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം അവരൊക്കെ തന്നെ മുന്നോട്ടേക്ക് വയ്ക്കുന്ന സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്നത് ഏറെ മഹനീയമായ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നാട്ടിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നു. എല്ലാവരും ഒരേ ചിന്തയോട് കൂടി വിഷ്ണുവിനെ സഹായിക്കണമെന്നുള്ള കാഴ്ചപ്പാടോട് കൂടി വരുന്നു. സാംസ്കാരിക പ്രവർത്തകർ, പൗരപ്രമുഖർ, പൊതുപ്രവർത്തകർ എല്ലാവരും തന്നെ അതിൻ്റെ ഭാഗമായി മാറുന്നത് തന്നെയാണ് അതിലേറ്റവും സൗന്ദര്യമായിട്ടുള്ളൊരു കാര്യം. ആ നാടിനെ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന നാടിനെ ഒരു കാലത്തും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഇത്തരത്തിലുള്ള മാതൃകകൾ തന്നെ ഇനിയും ഉണ്ടായി വരണം. സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട് മുഴുവൻ ചേർന്ന് നിൽക്കണം. തൃക്കരിപ്പൂരും തലിച്ചാലും ഒക്കെ തന്നെ കാണിക്കുന്ന മാതൃക അതാണ്. അങ്ങനെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ആ മാതൃകകൾ സമാനമായ രീതിയിൽ തന്നെ ഉണ്ടായി വരണം. അതെ, ശരിയാണ് സാരംഗ്. അപ്പോൾ ഗുരുതരമായി ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ് വിഷ്ണുദേവ്. ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഒരു നാടൊന്നാകെ ചേർന്നൊരു ചായ ചലഞ്ച് എന്നുള്ള രീതിയിൽ ഈ ചലഞ്ച് സംഘടിപ്പിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി കൈകോർക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരുടെ ഒന്നാകെ ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട് ഉടൻ തന്നെ ആരോഗ്യത്തോടെ തിരിച്ചു വരണം എന്നുള്ളത്. അതിന് സാധിക്കട്ടെ. എത്രയും വേഗം പരിക്കുകളൊക്കെ ഭേദമായി തിരികെ ജീവിതത്തിലേക്ക് വരാൻ കഴിയട്ടെ വിഷ്ണുദേവിന്. സാരംഗാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.